ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആണ്. നമ്മളെ നാട്ടിൽ തന്നെ ഒരു കാരക്കുണ്ട് വെള്ളച്ചാട്ടം കേട്ടോ, അവിടത്തേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ റോഡിൻ്റെ അവസ്ഥ കേട്ടോ ഇത്. ഇതിനെക്കാട്ടി അവസ്ഥ പറയുണ്ടാവും, ഓരോരാൾക്ക് ഓരോ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ വീട്ടിലേക്ക് തന്നെ റോഡിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് കുറച്ചൊരു വെയിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മളെ മണിക്കുട്ടൻ്റെ ബംഗാളാട്ടോ, മണിക്കുട്ടി. ഇതെൻ്റെ വീട്ടിലേക്ക് വരുന്ന റോഡിൻ്റെ കാഴ്ചകളാണ്. ഈ കയറ്റം ഇറങ്ങിയാൽ വീട്ടിലേക്ക് ഒരു വണ്ടി, ഇപ്പം വണ്ടി ഇറക്കാൻ പറ്റില്ല, നല്ല മഴയുണ്ട്. ഓ, എല്ലാവരും റോഡുമ്പോൾ തന്നെ വണ്ടി വെച്ചിട്ടുണ്ടോ? 1 2 3 4 5 വണ്ടി, എല്ലാ റോഡും ഇല്ല കേട്ടോ. ഇത് നമ്മൾ ചക്രമുത്ത്. ഹായ്, കാരക്കുണ്ട് വെള്ളച്ചാട്ടം. കുറേ വണ്ടി ഉണ്ട് കേട്ടോ, എല്ലാവരും അവസ്ഥ ചെയ്തു. നമ്മളെ അയ്യപ്പ പാചകമാടം ഇതാണൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. ഇത് നമ്മുടെ തറവാട് ക്ഷേത്രം കേട്ടോ, വടക്കിനിൽ തറവാട് ക്ഷേത്രം. അപ്പോൾ വളരെ കൂട്ടുകാരനുണ്ട്, അവൻ വരാമെന്ന് പറഞ്ഞു. ഓൻ്റെ വീട്ടിൽ പോയിട്ട് ഓനെ കൂട്ടി നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിന് പോകട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ജോലിക്കൊന്നും പോയില്ല. അപ്പോൾ ഓനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് പോയിട്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല. വേറൊരു സങ്കടമായ കാര്യമുണ്ട് കേട്ടോ, നമ്മളെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ട് ഇപ്പോൾ നാളെ വൈകിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ വീഡിയോ തിങ്കളാഴ്ച, നാളെ തിങ്കളാഴ്ച അല്ലേ, അപ്പോൾ ചൊവ്വാഴ്ച ബുധനാഴ്ചയായിട്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ഫോൺ കിട്ടാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുത്ത് നോക്കുക അല്ലാതെ. പിന്നെ ബസ്സൊന്നും ഓടാത്ത റോഡാട്ടോ അത്. ഒരു ചെറിയ ഗ്രാമപ്രദേശം. അപ്പോൾ ഇന്ന് മഴ നല്ല നമ്മുടെ നാട്ടിൽ പറയും ആച്ച് തെളിഞ്ഞു എന്നും പറയും, നല്ല വെയിൽ വന്നെന്നും പറയും, ചില നാട്ടിൽ മഴ മാറിയെന്നും പറയും. എന്തൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നൊന്ന് വെള്ളച്ചാട്ടത്തിൽ പോകാൻ പറ്റും. പിന്നെ അടുത്ത ഞായറാഴ്ച നമുക്ക് ലീവ് കിട്ടും. അതുകൊണ്ട് നേരെ വെള്ളച്ചാട്ടം വന്ന് കാണാൻ പോവാം. ഇപ്പം സൺഡേ കൊണ്ട് നല്ല ആൾക്കാരുണ്ടാവും. ഏതായാലും പോയി നോക്കാം. നമ്മളെ കൂട്ടുകാരുടെ വീട് എത്താനായിട്ടാണ്. ഇതെൻ്റെ വീട്. എൻ്റെ വീട്ടിലേക്ക് എത്തി. ആളില്ലേ? സ്വരാജ്, സ്വരാജ് ആ ഡ്രസ്സെല്ലാം മാറിയിട്ട് പറ്റിട്ടാ. എനിക്ക് പിന്നെ ഒന്നും അറിയില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത ചരിത്രങ്ങളൊന്നും.
ഇവനെല്ലാം പറഞ്ഞിട്ടാണ് വന്നത് എൻ്റെ കൂടെ. അപ്പോൾ അവൻ്റെ വീട്ടിൽ നമ്മൾ ഇറങ്ങി 2.5 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഓഫ് റോഡാട്ടോ ഇത്. ഇത്രയും വർഷമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്ത റോഡായത്. പഞ്ചായത്ത് മാറ്റാണ്, നമ്മുടെ പരിയാരം പഞ്ചായത്തല്ല, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്താണ്. വേറെ വീടൊന്നും ഇല്ലാതുകൊണ്ട് റോഡ് അങ്ങനെ കിടക്കുന്നു. അത്യാവശ്യം ചെങ്കല്ലും കല്ലുവണ്ടി അങ്ങനെ പോകും. പിന്നെ നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവൻ ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ആവശ്യത്തിൽ പോകണമെങ്കിൽ ഇങ്ങനെ പോകുന്നല്ലാതെ. ഇവിടെ കുറേ കോളേജും കമ്പനിയിലും ഉണ്ട്. അതിന് പിന്നെ പോട്ടെ. എൻ്റെ ഫോണാണ് നമ്മളെ റോഡും എത്തിയിട്ടാണ്. റൈറ്റിലൊക്കെ പോകുന്നുണ്ട്. പാണപ്പുറ റോഡ് നേരെ പോയാൽ അമ്മനപ്പാറ റോഡ്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ കൊണ്ട് നമ്മൾ എത്താറായി, താഴത്താണ്. അപ്പോൾ വോയിസ് അത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് പറയുന്നില്ല, എന്നാലും നിങ്ങളത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ല. പിടിച്ചാൽ പറ്റുന്നില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കാ. പോയി ചേട്ടാ, പോയി ചേട്ടാ. താഴത്ത് കൊണ്ട് നിർത്ത്. പാർക്ക് ചെയ്തോ. അതെല്ലാം വെക്കുന്നത് താഴത്തോട്ടൊന്ന് താഴത്ത് വെക്കാം. അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഇനി എവിടെ കിട്ടുമോ അവിടെ അവൻ കയറ്റി ഇടക്കേറ്റ് നമ്മളെ പാർക്കിംഗ് ഇവിടെ. അങ്ങനെ നമ്മളെ വെള്ളച്ചാട്ടിൻ്റെ എൻട്രി എത്തിയിട്ടാണ്. എനിക്ക് എൻ്റെ വ്ളോഗിനുണ്ട്. ഇങ്ങോട്ട് വണ്ടി പ്രവേശനമില്ല. മുകളിൽ വണ്ടി വെച്ചിട്ട് നല്ല ഇറങ്ങേണ്ടി വരും കേട്ടോ. നമ്മളെ സ്വരാജതാ പിന്നെ അന്നെ കാഴ്ച ഉണ്ടല്ലോ. ഇതാണ് ഞാൻ. നമ്മളെ കാരക്കുണ്ട് വെള്ളച്ചാട്ടർക്ക് എത്താറായി. നല്ല തിരക്കാട്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്. ഇവിടെ അത്യാവശ്യം 2-3 വീടുകളുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കുളിക്കുന്നൊന്നുമില്ല, അടുത്തുനിന്ന് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. വണ്ടി തലക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഇറക്കി വിടില്ല.
അപ്പോൾ നമ്മൾ കാരക്കൊണ്ട് വെള്ളച്ചാട്ടം എത്തിയിരിക്കുന്നു.
അപ്പോൾ നമ്മളെ വീഡിയോയുടെ വെയിറ്റപ്പ് ചെയ്യട്ടോ. നമ്മൾ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടല്ലോ അങ്ങ്. അപ്പോൾ എല്ലാവരും വരിക, ഫാമിലിയായിട്ട് തന്നെ വരണം, ആസ്വദിക്കുക. നമ്മുടെ തളിപ്പറമ്പ് കാരക്കുണ്ട് വെള്ളച്ചാട്ടം അടിച്ചാൽ മതി. തളിപ്പറമ്പ് ലൊക്കേഷൻ അടിച്ചിട്ട് തളിപ്പറമ്പ് അമ്മാനപ്പാറ പാണപ്പുഴ റോഡ്. ഓക്കെ. അപ്പോൾ ഞാൻ മടങ്ങി നമ്മളെ പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. നല്ല തിരക്കാണ്.